ആളുകൾ നോക്കി നിൽക്കെയാണ് പറക്കുന്ന ടൈറ്റാനിക് എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ആ പടുകൂട്ടൻ പറക്കുന്ന കപ്പൽ കത്തിയെരിഞ്ഞത്. 36 ആളുകൾക്ക് അന്ന് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ എന്തായിരുന്നു ഇത്തരം ഒരു അപകടത്തിന് കാരണം? എല്ലാത്തിനും പുറകിൽ പ്രവർത്തിച്ചത് ഹിറ്റ്ലർ ആയിരുന്നോ? വീണ്ടും ഒരുപാടധികം വർഷങ്ങൾക്കിപ്പുറം അത്തരത്തിലുള്ള എയർഷിപ്പുകൾ വീണ്ടും വിപണിയിലേക്ക് വരാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും ഹിൻഡൻബർഗ് ഡിസാസ്റ്റർ വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ദൈർഘ്യമേറിയ കടലുകൾ താണ്ടിയുള്ള യാത്രകൾക്ക് ഇന്ന് പ്രധാനമായും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരു കാലത്ത് പറക്കുന്ന കപ്പലുകളെയും വലിയ തോതിൽ ഇത്തരം ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി മനുഷ്യർ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. അതിലും അപ്പുറത്തേക്ക് ആഡംബരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് പോലും ഇത്തരത്തിലുള്ള എയർഷിപ്പുകളെ അന്നത്തെ കാലത്ത് ആളുകൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വിമാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ വിമാനങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടി നമുക്കവിടെ വലിയ തോതിലുള്ള ലിമിറ്റേഷനുകളുണ്ട്. ഏകദേശം നമുക്കതിനകത്ത് എണീറ്റ് നടക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബെഡോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ എയർഷിപ്പുകളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് വലിയൊരു പാർട്ടി ഹാൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ടാവും, കിച്ചൺ ഉണ്ടാവും, നമുക്ക് കിടന്നുറങ്ങാൻ ആവശ്യമായിട്ടുള്ള ബെഡുകളും ബെഡ്റൂമും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടാവും, എല്ലാവിധ എൻ്റർടൈനിങ് ഫെസിലിറ്റീസ് ഉണ്ടാവും, സിഗരറ്റ് വലിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു മുറി ഉണ്ടാവും. അങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ടും ആഡംബരങ്ങളാൽ തിങ്ങി നിറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു ഒരു കാലത്ത് ആകാശത്തിലൂടെ പറന്ന് നീങ്ങിയിരുന്ന എയർഷിപ്പുകൾ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ ഇതിനകത്തൊന്ന് കയറിയാൽ കൊള്ളാമെന്നൊരു ചിന്ത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഇത് സംഭവിക്കാൻ പോവുകയാണ്. സെപ്ലൈൻ എന്ന പേരുള്ള കമ്പനി കൊമേഴ്ഷ്യലായിട്ട് വീണ്ടും എയർഷിപ്പുകളെ വിപണിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഇത്രയധികം സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെയുള്ള വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള എയർഷിപ്പുകൾ എന്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ കാലം അത്രയും ആരും തന്നെ വിപണിയിൽ ഇറക്കാതിരുന്നത്? എന്തായിരുന്നു അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്നൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഹിൻഡൻബർഗ് ഡിസാസ്റ്ററിലേക്കാണ്, ഹിൻഡൻബർഗ് എയർഷിപ്പ് ഡിസാസ്റ്ററിലേക്കാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1700കളിലൊക്കെ പ്രധാനമായിട്ടും കടലുകൾ താണ്ടിയുള്ള ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി മനുഷ്യർ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് വ്യത്യസ്ത തരത്തിലുള്ള കപ്പലുകളെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏറെക്കുറെ 1783 എത്തുമ്പോൾ ബലൂണുകൾ കൂടെ ആളുകൾ യാത്രകൾക്കും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷേ അവിടെയും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ ഇത്തരം ബലൂണുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അത് സ്റ്റേബിൾ ആയിരുന്നില്ല. വർഷങ്ങൾ ഒരുപാട് കടന്നു പോകുമ്പോൾ 1900കളിൽ എത്തുമ്പോഴാണ് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറി വരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ 1900കളിലാണ് കോൺ ഫെർഡിനൻഡ് വോൺ സെപ്പലിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബലൂണുകളുടെ രൂപഭാവങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും മാറ്റിയതിനു ശേഷം അതിനെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള നിലയിൽ എയർഷിപ്പുകളാക്കി മാറ്റിയെടുക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലാണ് പറന്നു വരാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് വലിയ മോട്ടോറുകളുടെ എഞ്ചിനുകളുടെ ഒക്കെ സഹായത്തോടു കൂടെ ഇന്ധനമൊക്കെ ചെലവഴിച്ച് വലിയ എനർജി ഉപയോഗിച്ചുകൊണ്ട് പറന്നു വരാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹെലികോപ്റ്ററുകളിലാണെങ്കിലും അതുപോലെ വിമാനങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലാണ് നമ്മൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള എയർഷിപ്പുകളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് വലിയ തോതിൽ തന്നെ സാന്ദ്രത കുറവുള്ള അല്ലെങ്കിൽ ഭാരം കുറവുള്ള ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള വാതകങ്ങളാണ് ഇത്തരം എയർഷിപ്പുകൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ഈ ഹൈഡ്രജനും ഹീലിയവും ഒക്കെ തന്നെ നടക്കുന്ന അവസരത്തിൽ പതിയെ പതിയെ ഈ എയർഷിപ്പുകൾ ആകാശത്തിലേക്ക് പറന്നുയരാൻ ആരംഭിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ദിശയും മറ്റുമൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. എഞ്ചിനും പ്രൊപ്പല്ലറുകളും ഒക്കെ വെച്ചുകൊണ്ട് മുന്നിലേക്കും പിന്നിലേക്കും യഥേഷ്ടം സഞ്ചരിക്കാൻ നിലയിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും അതിൽ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു കാലഘട്ടങ്ങളിലെ എയർഷിപ്പുകൾ പ്രധാനമായിട്ടും പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. അതോടുകൂടെ തന്നെ ജർമ്മനി യുദ്ധരംഗത്ത് പോലും ഇത്തരത്തിലുള്ള എയർഷിപ്പുകൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ 97ഓളം വരുന്ന എയർഷിപ്പുകൾ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അഥവാ വലിയ വലിയ നഗരങ്ങളിലും വില്ലേജുകളിലൊക്കെ ബോംബ് മഴ വർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിയുടെ പക്കലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു ബലൂൺ അല്ലെങ്കിൽ ഒരു വലിയ എയർഷിപ്പ് നമുക്ക് താഴെ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ തകർക്കാൻ കഴിയില്ലേ എന്ന നിലക്കായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു ഘടനയല്ല ഇത്തരത്തിലുള്ള എയർഷിപ്പുകൾക്കുള്ളത്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗം മെറ്റൽ കൊണ്ട് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുള്ളതാണ്. അതിനാലൊക്കെ തന്നെ താഴെ നിന്ന് വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഈ ഒരു എയർഷിപ്പുകളെ തകർക്കാൻ കഴിയുമായിരുന്നില്ല. അതോടുകൂടെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള
കേടുപാടുകൾ ഈ ഒരു എയർഷിപ്പുകൾക്ക് സംഭവിച്ചാൽ പോലും അത് പതിയൊക്കെ ആയിരിക്കും താഴെ വന്നിറങ്ങുന്നത്. അതിനാലൊക്കെ തന്നെ ആ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അപകടം സംഭവിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരുപാടധികം നീങ്ങി പോകാനൊക്കെ അതിലുള്ള ആളുകൾക്ക് സാധിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള എയർഷിപ്പുകൾ ആ കാലഘട്ടങ്ങളിൽ യുദ്ധമുഖത്ത് വലിയ തോതിൽ ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആകാശത്ത് ഇത്തരത്തിലുള്ള എയർ ബലൂണുകൾ അല്ലെങ്കിൽ എയർഷിപ്പുകൾ അന്നത്തെ കാലത്തെ ആളുകൾക്ക് കാണുമ്പോൾ വലിയ തോതിലുള്ള ഭയമുണ്ടായിരുന്നു. പിന്നെയും വർഷങ്ങൾ കടന്നു പോവുകയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇത്തരത്തിലുള്ള എയർഷിപ്പുകളെ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി യഥേഷ്ടം ആളുകളുടെ സഞ്ചാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നൊരു ചിന്തയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നതും അതിനുവേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ചുള്ള എയർഷിപ്പുകളും മറ്റുമൊക്കെ രൂപകൽപ്പന ചെയ്യുന്നതൊക്കെ. അങ്ങനെ 1936 ആകുമ്പോൾ ജർമ്മനിയിൽ വലിയൊരു പടുകൂറ്റൻ ആകാശ കപ്പൽ നിർമ്മിച്ചെടുക്കുകയാണ്, ഒരു എയർഷിപ്പ് നിർമ്മിച്ചെടുക്കുകയാണ്. അന്നത്തെ ജർമ്മനിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഹിൻഡൻബർഗിൻ്റെ പേരായിരുന്നു ആ ഒരു എയർഷിപ്പിന് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഏറെക്കുറെ 70 ലക്ഷം ക്യൂബിക് ഫീറ്റ് ഹൈഡ്രജൻ ആണ് ഈ ഒരു എയർഷിപ്പിനകത്ത് അത് പറന്നുയരാൻ വേണ്ടിയിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ബാത്റൂമും അതുപോലെ ക്യാബിൻസും റൂമുകളും പാർട്ടി റൂമും പാർട്ടി ഹാളും അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും നിറഞ്ഞിട്ടുള്ള നിലയിലായിരുന്നു ഈ ഒരു എയർഷിപ്പിനെ അന്നവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പൂർണ്ണമായിട്ടും ഈ ഗ്യാസ് സെല്ലുകൾ നിറക്കുകയും താഴ്ഭാഗത്ത് 2 നിലകളിലായിട്ട് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ സൗകര്യങ്ങളെല്ലാം ഒരുക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇത്രയും വലിയ ഈ ഒരു എയർഷിപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഹീലിയം ഉപയോഗിച്ചുകൊണ്ട് പറക്കുക എന്ന ലക്ഷ്യത്തിന് അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടങ്ങളിൽ അമേരിക്ക ഹീലിയം ജർമ്മനിക്ക് നൽകുന്നതിന് വലിയ തോതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്, അതിനെ പൂർണ്ണമായിട്ടും തടഞ്ഞു വെക്കുകയാണ്. അതോടുകൂടിയാണ് ഈ ഒരു എയർഷിപ്പിനകത്ത് ഹൈഡ്രജൻ ഉപയോഗിക്കാൻ വേണ്ടി അവർ നിർബന്ധിതരാകുന്നത്. എന്തൊക്കെ തന്നെയായാലും ഹീലിയം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭകരമായ നിലയിൽ ഹൈഡ്രജൻ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ജർമ്മനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈഡ്രജൻ വലിയ തോതിൽ തീപിടിക്കും, ഹീലിയം അങ്ങനെ തീപിടിക്കില്ല. ഇങ്ങനെ ഒരു പ്രശ്നം മാത്രമേ അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും എല്ലാവിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരു തീപിടുത്തം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അവർ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു എയർഷിപ്പിനകത്ത് പോലും സ്മോക്കിംഗ് റൂം മറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനും ഒരിക്കലും പുറത്തേക്ക് തീപിടുത്തം ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാനും യാത്രകൾക്ക് ശേഷം 1937 ജർമ്മനിയിൽ നിന്നും ന്യൂ ജേഴ്സിയിലേക്ക് 3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഈ ഒരു എയർഷിപ്പ് നടത്തുകയുണ്ടായി. ആ ഒരു അവസരത്തിൽ ഏറെക്കുറെ 97ഓളം വരുന്ന ആളുകളാണ് ആകെ മൊത്തം ഈ ഒരു എയർഷിപ്പിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ 3 ദിവസം സമയമെടുത്തുകൊണ്ട് ജർമ്മനിയിൽ നിന്നും ഈ പടുകൂറ്റൻ എയർഷിപ്പ് ന്യൂ ജേഴ്സിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം വലിയ തോതിൽ തന്നെ അവിടെ മേഘാവൃതമായിരുന്നു, കാലാവസ്ഥ വളരെയധികം മോശമായിരുന്നു, ശക്തമായിട്ടുള്ള മിന്നലും അതുപോലെ തന്നെ മഴയും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാലൊക്കെ തന്നെ പെട്ടെന്നൊന്നും അവിടെ ലാൻഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഏറെക്കുറെ 12 മണിക്കൂർ പിന്നെയും ആകാശത്ത് തന്നെ ഈ ഒരു എയർഷിപ്പ് സമയം ചിലവഴിക്കുകയാണ്. കാലാവസ്ഥയെല്ലാം ഒന്ന് നേരായി വന്നപ്പോൾ, വെതറെല്ലാം ഓക്കെ ആയി വന്നപ്പോൾ പതിയെ താഴെ ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാനമായിട്ടുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഉയരുന്നത് ഓക്കെ, സ്വാഭാവികമായിട്ടും സാന്ദ്രത കുറഞ്ഞ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള വാതകം നിറച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു എയർഷിപ്പ് മുകളിലേക്ക് വരും. പക്ഷേ ഇതെങ്ങനെ താഴേക്ക് വരും? അതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഈ ഒരു എയർഷിപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കയറുകളായിരുന്നു. നീളത്തിലുള്ള കയറുകൾ താഴേക്ക് നേരിട്ട് കൊടുക്കും. താഴെ നിൽക്കുന്ന ആളുകൾ ഈ ഒരു കയറിൽ പിടിച്ചു വലിച്ച് പതിയെ ഈ ഒരു എയർഷിപ്പിനെ നേരെ താഴേക്ക് ഇറക്കുന്ന നിലയിലായിരുന്നു ഇതിൻ്റെ ലാൻഡിങ് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പതിയെ ആളുകൾ ഈ കയറ് പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ട്. പതിയെ ഈ പടുകൂറ്റൻ ആഡംബര ആകാശ നൗക താഴേക്ക് ഇറങ്ങി വരാൻ ആരംഭിക്കുന്നുണ്ട്. ആളുകൾ ഒരുപാട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം പത്രക്കാർ വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ടി ലൈവായിട്ട് വീഡിയോകൾ മറ്റുമൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ന്യൂജേഴ്സിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒരുപാടധികം ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് വെച്ചുകൊണ്ട് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ആ പടുകൂറ്റൻ ആഡംബര ആകാശ നൗക കത്തിപ്പിടിക്കാൻ ആരംഭിക്കുന്നത്, പൂർണ്ണമായിട്ടും കത്തി ജ്വലിക്കാൻ ആരംഭിക്കുന്നത്. ഇതോടുകൂടെ തന്നെ ആ ഒരു എയർഷിപ്പിനകത്തുണ്ടായിരുന്ന വിൻഡോയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ചില ആളുകൾ വിൻഡോ തകർത്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ തന്നെയും നോക്കി നിൽക്കെ വീഡിയോകളും മറ്റുമൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ഒരു എയർഷിപ്പ് പൂർണ്ണമായിട്ടും ഒരു തീഗോളമായി മാറുകയാണ്, കത്തി എരിയുകയാണ്. ഇതൊക്കെ തന്നെയായാലും 62ഓളം വരുന്ന അതിലുണ്ടായിരുന്ന ആളുകൾക്ക് വിൻഡോയുടെ അടുത്ത് നിന്നിരുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ചാടി രക്ഷപ്പെടാൻ സാധിക്കുകയുണ്ടായി. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു അപകടത്തിൽ ഹിൻഡൻബർഗ് ഡിസാസ്റ്ററിൽ മരണം സംഭവിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വാർത്ത ലോകം മുഴുവൻ
അറിയുകയാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇത്തരം എയർഷിപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വലിയ ഭയം ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്. പതിയെ പതിയെ എയർഷിപ്പുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും നിലക്കാൻ ആരംഭിക്കുകയാണ്. നമ്മളിവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള എയർഷിപ്പ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ മരണപ്പെട്ട ആളുകളെക്കാൾ ഒരുപാടധികം കൂടുതൽ ആളുകൾ അത്തരം അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹിൻഡൻബർഗ് അപകടം ലൈവായിട്ട് ചിത്രീകരിച്ചിരുന്നു. അത് ലൈവായിട്ട് തന്നെ ആൾക്കാർക്ക് കാണാൻ സാധിച്ചു. എല്ലാവരും അത് അറിഞ്ഞു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും ഉപരി ഇവിടെ ഈ ഹൈഡ്രജന് പകരം ഹീലിയമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വലിയൊരു അപകടം, വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കുകയുമില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടെ പറന്നുയർന്ന ഈ ഒരു ആഡംബര പറക്കുന്ന കപ്പൽ കത്തിപ്പിടിച്ചത് അല്ലെങ്കിൽ കത്തിയെരിഞ്ഞത്? അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും 2 തിയറികളുണ്ട്. ഒന്നാമതായിട്ട് സയൻറ്റിഫിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എയർഷിപ്പ് അന്നേ ദിവസം കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരുപാടധികം വലിയ മേഘങ്ങൾക്കിടയിലൂടെയാണ്. അവയിൽ ഉരസി നീങ്ങിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു എയർഷിപ്പിൽ വലിയ തോതിൽ സ്റ്റാറ്റിക് എനർജി രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് താഴേക്ക് ലാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കയറുകൾ മറ്റുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവ നേരെ എർത്തിൽ മണ്ണിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാരണമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ചെറിയൊരു സ്പാർക്കായിരിക്കാം, ഈ ഒരു എയർഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ചെറിയൊരു സ്പാർക്കായിരിക്കാം ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറകിൽ പ്രവർത്തിച്ചത് ഒരു പക്ഷേ ഹിറ്റ്ലർ ആയിരിക്കാം എന്നൊരു കാര്യമായിരുന്നു. ഈ ഒരു എയർഷിപ്പിന് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റിന്റെ പേരിട്ടതിനോട് ഹിറ്റ്ലറിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ടുള്ള വിയോജിപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹിറ്റ്ലറുടെ എതിരാളി, രാഷ്ട്രീയ എതിരാളി കൂടെ ഈ ഒരു എയർഷിപ്പിൽ അന്നേ ദിവസം ഉണ്ടായിരുന്നു. ഈ കാരണങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഹിറ്റ്ലർ ഗൂഢാലോചന നടത്തി ഈ ഒരു എയർഷിപ്പിനെ തകർത്തതാണെന്നാണ് ഈ തിയറി വിശദീകരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹിറ്റ്ലറിന് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുകൾ ഉണ്ടാകുമോ? അയാളൊരു തീർച്ചയായിട്ടും ഒരു ഭ്രാന്തൻ സ്വഭാവമുള്ള ആളാണ്. ഇത്തരത്തിലുള്ള പലതും അയാൾ ചെയ്തുകൂടായികയില്ല. ഹിറ്റ്ലർ ആയിരിക്കുമോ ഇത്തരം ഒരു വലിയ ദുരന്തത്തിൻ്റെ കാരണക്കാരൻ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത്തരം ഒരു എയർഷിപ്പ് വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കയറി ഒരു ആഡംബര യാത്ര നടത്തുമോ? ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും തീർച്ചയായും താഴ്ന്ന് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.